അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്താ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്കറിയാം മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സബ്ജക്റ്റാണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ഏതൊരു എക്സാം നോക്കിയാലും എന്താ 2 to 3 അല്ലെങ്കിൽ 3 to 4 മാർക്സ് എന്നുണ്ട് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അതെങ്ങനെ പഠിക്കാം എന്നുള്ളൊരു ട്രിക്കും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്താ, വാട്ട് വിൽ ബി ദി ലോഡ് പവർ ഫാക്ടർ ഇഫ് 1 വാട്ട്മീറ്റർ റീഡ്സ് പോസിറ്റീവ് ആൻഡ് അതർ 0 ഇൻ എ 2 വാട്ട്മീറ്റർ മെത്തേഡ് ഫോർ പവർ മെഷർമെൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് ചെയ്യുക, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും. രണ്ടെങ്കിൽ എന്താ 2 ഈക്വൽ ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 1 0 ആയിരിക്കും, 1 എന്തായിരിക്കും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ 1 മറ്റേതിൻ്റെ ഡബിൾ വാല്യൂ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ ഷോർട്ട് ട്രിക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താ പി എന്ന് വെച്ചാൽ എന്താ വരിക, P1 = എന്ത് ചെയ്യുക, √3 VI × cos 31. ഓക്കെ, √3 × V × I × cos 30 - 5 എന്നും. ഓക്കെ, അതുപോലെ P2 എന്ന് വെച്ചാൽ എന്താ √3 VI × cosine of 30 + 5 എന്നൊക്കെയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ cos 5 അല്ലെങ്കിൽ tan 5 = നമ്മളെങ്ങനെ എഴുതിയത്, tan 5 = √3 × P1 - P2 / P1 + P2 അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, 5 അല്ലെ cos 5 എന്ത് ചെയ്യുക, cosine of tan inverse √3 × P1 - P2 / P1 + P2. അപ്പോൾ അതിൽ നിങ്ങൾ P1 = P2 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യാം അല്ലേ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഒരു കാര്യം ഈ ഒരു ടേബിൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഏറ്റവും ആദ്യത്തേൽ എന്ത് ചെയ്യാം 5, രണ്ടാമത്തേൽ എന്തായിരിക്കും cos 5. ഓക്കെ, മൂന്നാമത്തേൽ എന്ത് ചെയ്യാം നമുക്ക് കണ്ടീഷൻ. ഓക്കെ, ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഏതൊരു ഈ റിലേറ്റഡ് ഏതൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, മെയിനായിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് 0 ആണ്, പിന്നെ എത്ര 30 ആണ് അല്ലേ, പിന്നെ നമ്മൾ പറയുന്ന ആംഗിൾ എത്ര 60 ആണ്, പിന്നെ 90 ആണ്. ഈ 4 ആംഗിൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയുന്നത് എന്താ cos 30, cos 60, cos 90, cos 0 അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ ഈ 4 ആംഗിൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പവർ ഫാക്ടർ എന്തായിരിക്കും, cos എത്രയാണെന്നില്ല നിങ്ങൾക്ക് അറിയെങ്കിൽ ഫൈ എത്രയാണെന്ന് അറിയുന്നതിന് കറസ്പോണ്ടിങ് cos 5 നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അപ്പോൾ cos 0 പറഞ്ഞാൽ എത്ര 1 ആണ്, cos 30 എന്ന് പറഞ്ഞാൽ എത്ര 0.866. ഓക്കെ, അതുപോലെ cos 60 എത്ര ഹാഫ് ആണ് വരിക, 0.5 ആണ് വരിക, cos 90 0. അപ്പോൾ രണ്ടാമത്തെ കോളം നിങ്ങൾ പഠിക്കണമെന്നില്ല, ഫസ്റ്റ് കോളം എന്തായാലും പഠിക്കുക, പിന്നെ തേർഡ് കോളം പഠിച്ചാൽ മതി. ഓക്കെ, 0, 30, 60, 90 ആണെന്നുണ്ടെങ്കിൽ എന്താ ഈക്വൽ, ഡബിൾ, 0, നെഗറ്റീവ്. ഓക്കെ, ഈക്വൽ, ഡബിൾ, 0, നെഗറ്റീവ്. ഓക്കെ, ആ ഒരു കാര്യം കൂടി എന്താണ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ P1 = P2. ഓക്കെ, ഈക്വൽ എന്ന് വെച്ചാൽ P1 = P2 ആകുമ്പോൾ, ഇനിയിപ്പം ഡബിൾ ആണെന്നുണ്ടെങ്കിലോ P1 = 2P2. ഓക്കെ, ഡബിൾ ആണെന്നുണ്ടെങ്കിൽ P1 = 2P2. പിന്നെ എന്താ ഈക്വൽ പോയി ഡബിൾ പോയി, ഇനി അടുത്ത് എന്താ 0. 0 എന്ന് പറഞ്ഞാൽ എന്താ ഒരു വാട്ട്മീറ്റർ എന്തായിരിക്കും 0 ആയിരിക്കും റീഡ് ചെയ്യാം, മറ്റേ വാട്ട്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റീഡ് ചെയ്യാം. ഓക്കെ, ഈക്വൽ, ഡബിൾ, 0 ആയി, അടുത്ത എന്താ നെഗറ്റീവ് ആയിരിക്കും ഇവിടെ പോവുക, P1 = എന്ത് ചെയ്യുക -P2. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അതായത് എന്ത് ചെയ്യാം, 2 ഈക്വൽ ആണോ, ഒന്ന് ഡബിൾ ആണ്, മറ്റേ ഒന്ന് 0 ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് മറ്റേതിൻ്റെ നെഗറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ ഫാക്ടർ എന്താണെന്നുള്ള കാര്യമാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കോളും അതേപോലെ തേർഡ് കോളും മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഓർഡർ എന്ന് വെച്ചാൽ എന്താ 0, 30, 60, 90 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈക്വൽ, ഡബിൾ, 0, നെഗറ്റീവ് ആയിരിക്കും എന്നില്ലാതെ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് വിൽ ബി ദ ലോഡ് പവർ ഫാക്ടർ ഇഫ് 1 വാട്ട്മീറ്റർ റീഡ് പോസിറ്റീവ് ആൻഡ് അതർ 0 ഇൻ എ 2 വാട്ട്മീറ്റർ മെത്തേഡ് ഫോർ പവർ ഫാക്ടർ മെഷർമെൻറ്റ്. ഓക്കെ, വാട്ട് വിൽ ദ ലോഡ് പവർ ഫാക്ടർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ഒന്ന് 0 ആയിരിക്കും, മറ്റെന്താ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യാം, cos 60 ആണ് വരിക, cos 60 എത്ര 0.5 C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, പവർ ഫാക്ടർ എത്ര 0.5 ആണ് വരിക. ഓക്കെ, സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചാൽ എന്തായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും അല്ലേ. 0, 30, 60, 90 ഈക്വൽ, ഡബിൾ, 0, നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ട്രിക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെയിനായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് എന്ത് ചെയ്യാം, നിങ്ങൾ മെഷർമെൻറ്റ് ഓഫ് ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്.
അല്ലേ. അപ്പോൾ അതിന് ഓരോരോ മെത്തേഡാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ എല്ലാ മെത്തേഡും നിങ്ങൾക്ക് എന്താ അറ്റ് എ ടൈം നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയണമെന്നില്ല. അതുപോലെ എ സി ബ്രിഡ്ജസ് ഉണ്ടല്ലോ. എ സി ബ്രിഡ്ജസിനാണെങ്കിൽ എന്താ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിലെന്താ ക്യൂ ലോ ക്യൂ ആണെങ്കിൽ ഏത് മീറ്ററാണ് യൂസ് ചെയ്യുക, അതേപോലെ ഹൈ ക്യൂ ആണെന്നുണ്ടെങ്കിൽ ഏത് മീറ്റർ യൂസ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് അറിയണമെന്നില്ല. ഓക്കെ, അത് അതിൻ്റെ പേര് തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്കത് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഒരു സെഷനാണ് നമ്മളിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഏറ്റവും എന്താ റെസിസ്റ്റൻസിൻ്റെ കേസ് നമുക്ക് പറയാം. ഓക്കെ, ഫസ്റ്റ് കേസ് എന്താ റെസിസ്റ്റൻസിൻ്റെ കേസിൽ എന്തൊക്കെയുണ്ട്? ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, അതുപോലെ എന്താ ഹൈ റെസിസ്റ്റൻസ്. ഓക്കെ, ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ലോ റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ 1 ഓമും അതിൻ്റെ ബിലോയും. ഓക്കെ, അതാണ് ലോ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ ഗ്രേറ്റർ ദാൻ 1 ഓം ആയിരിക്കും അല്ലേ. ഗ്രേറ്റർ ദാൻ 1 ഓം ആയിരിക്കും. പക്ഷെ ലെസ് ദാൻ എന്തായിരിക്കും 100 കിലോ ഓം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ലെസ് ദാൻ എന്താ 100 കിലോ ഓം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് മീഡിയം റെസിസ്റ്റൻസ്. ഇനിയിപ്പം ഹൈ റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 100 കിലോ ഓം ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഹൈ റെസിസ്റ്റൻസ് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഈ ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് എന്ന് വെച്ചാൽ ക്യാപ്പ് എന്ന് പഠിക്കാം. ഓക്കെ, കാപ്പ്. ഓക്കെ, കാപ്പ് എന്ന് വെച്ചാൽ എന്താ കെ ഫോർ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ്, എ ഫോർ അമ്മീറ്റർ വോൾട്ടിമീറ്റർ മെത്തേഡ്, ആൻഡ് പി ഫോർ പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡ്. ഓക്കെ, അത് ഏറ്റവും നമ്മൾ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ്. ഓക്കെ, കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തെ എന്താ അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ്. ഓക്കെ, മൂന്നാമത്തെ വെച്ചാൽ എന്താ പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡ്. ഓക്കെ, ഇതാണെന്ത് നമ്മൾ ഫസ്റ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞ കോഡ് വെച്ചിട്ട് നമ്മൾ പഠിക്കാം. രണ്ടാമത്തെ എന്താ മീഡിയം റെസിസ്റ്റൻസ്. ഓക്കെ, മീഡിയം റെസിസ്റ്റൻസ് പറഞ്ഞ റെസിസ്റ്റൻസ് വെച്ചാൽ എന്താ വാസോ എന്നുള്ള കോഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാം. ഓക്കെ, വാസോ. W ഫോർ എന്താ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് മെത്തേഡ്, A ഫോർ അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ്, S ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ആൻഡ് O ഫോർ എന്താ ഓമീറ്റർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ എന്താ വാസോ എന്ന് പറഞ്ഞ മെത്തേഡ് രണ്ടാമത്തെ. ഓക്കെ, ഇനി അടുത്ത എന്താ മെഷർമെൻറ്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ്. ഹൈ റെസിസ്റ്റൻസിൻ്റെ വെച്ചാലോ LMDM എന്നുള്ള കോഡിങ്ങൾ പഠിക്കാം. ഓക്കെ, LMDM. L എന്ന് വെച്ചാൽ എന്താ ലോസ് ഓഫ് ചാർജ് മെത്തേഡ്, M ഫോർ എന്താ മെഗർ, ആൻഡ് D ഫോർ എന്താ ഡയറക്റ്റ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, ആൻഡ് ലാസ്റ്റ് M ഫോർ എന്താ മെഗോ ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് നമ്മളെ ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, അതേപോലെ എന്താ ഹൈ റെസിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. ഓക്കെ, സിമ്പിളായ കാര്യം തന്നെയാണ്, മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താ ലെസ് ദാൻ 1 ഓം ആണെങ്കിൽ അതിന് ലോ റെസിസ്റ്റൻസ് എന്നും, അതുപോലെ എന്താ ഇൻ ബിറ്റ്വീൻ 1 and 100 ആണെങ്കിൽ മീഡിയം എന്നും, ഗ്രേറ്റർ ദാൻ 100 കിലോ ഓം ആണെന്നുണ്ടെങ്കിൽ എന്താ ഹൈ റെസിസ്റ്റൻസ് നമ്മൾ പറയും. ഓക്കെ, ലോ റെസിസ്റ്റൻസ് ആണെങ്കിൽ കാപ്പ് എന്ന് പഠിക്കാം, മീഡിയം ആണെങ്കിൽ വാസോ എന്ന് പഠിക്കാം, ഹൈ ആണെങ്കിൽ എന്താ LMDM എന്നും പറഞ്ഞ് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത വെച്ചാൽ എന്താ ഇൻഡക്റ്റൻസ്. ഓക്കെ, മെഷർമെൻറ്റ് ഓഫ് എന്താ സെൽഫ് ഇൻഡക്റ്റൻസ് നിങ്ങൾക്ക് എന്താ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മെഷർമെൻറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ, അതിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കുന്നത് എന്താ ഇത് നിങ്ങൾ പഠിക്കേണ്ട കോഡ് എന്ന് വെച്ചാൽ മഹോ എന്നാണ് നിങ്ങൾ പഠിക്കേണ്ട കോഡ്. ഓക്കെ, മഹോ. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ട കോഡ് മഹോ എന്നാണ്. ഇതെന്താ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ M എന്ന് പറഞ്ഞാൽ എന്താ മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. ഓക്കെ, മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്, ആൻഡ് A ഫോർ ആൻഡേഴ്സൺ ബ്രിഡ്ജ്. ഓക്കെ, A ഫോർ ആൻഡേഴ്സൺ ബ്രിഡ്ജ്, ആൻഡ് H ഫോർ ഹേസ് ബ്രിഡ്ജ്. ഓക്കെ, H ഫോർ ഹേസ് ബ്രിഡ്ജ്. അതുപോലെ O ഫോർ എന്താ ഓവൻസ് ബ്രിഡ്ജ്. ഓക്കെ, O ഫോർ ഓവൻസ് ബ്രിഡ്ജ്. അപ്പോൾ ഇതിൻ്റെ കേസ് നമ്മൾ ക്യൂയുടെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ എന്ത് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഓഫ് മാക്സ്വെൽ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് ആണെങ്കിൽ എന്ത് ചെയ്യുക മീഡിയം ക്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാം. ഇൻ കേസ് ഓഫ് A ആണ് ആൻഡേഴ്സൺ ബ്രിഡ്ജ് ആണെങ്കിൽ എന്ത് ചെയ്യുക A എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് ലെറ്റർ ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക ലോ ക്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാം. അതുപോലെ H എന്ന് വെച്ചാൽ എന്താ ഹേസ് ബ്രിഡ്ജ് ആകുമ്പോൾ എന്ത് ചെയ്യാം H ഫോർ ഹൈ. അപ്പോൾ എന്ത് ചെയ്യുക ഹൈ ക്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം ഹേസ് ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ മീഡിയം ആയി ലോ ആയി ഹൈ ആയി. ഓക്കെ, അപ്പോൾ എന്ത് ഓവൻസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ. അപ്പോൾ ഓവൻസ് ബ്രിഡ്ജ് എന്തിനായിരിക്കും യൂസ് ചെയ്യാം അത് മാത്രമാണ് അവിടെ ബാലൻസ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ഇൻക്രിമെൻ്റൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം ഓവൻസ് ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഇൻക്രിമെൻ്റൽ പെർമിയബിലിറ്റി. ഓക്കെ, അപ്പോൾ എന്താ മീഡിയം പറഞ്ഞു, ലോ പറഞ്ഞു, ഹൈ പറഞ്ഞു, ഇൻക്രിമെൻ്റൽ ആണ്. ഓക്കെ, അപ്പോൾ മീഡിയം വാല്യൂ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1 ലെസ് ദാൻ ക്യൂ ലെസ് ദാൻ 10 ആണെന്നെങ്കിൽ മീഡിയം എന്ന് പറയാം. ഓക്കെ, ലോ എന്ന് പറഞ്ഞാൽ എന്താ A ഫോർ ലോ ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക ക്യൂ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേപോലെ ഹൈ എന്ന് വെച്ചാൽ എന്താ ഹൈ വാല്യൂസ് ഓഫ് ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ എന്നൊക്കെയാണ് ഗ്രേറ്റർ ദാൻ 10 ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും. അതുപോലെ O എന്ന് വെച്ചാൽ എന്താ ഓവൻസ് ബ്രിഡ്ജ് ഇൻക്രിമെൻ്റൽ ഇൻഡക്റ്റൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്താ സിമ്പിളായ ഒരു കാര്യം മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, എങ്ങനെ എന്താ പറയുക മെഷറിങ് AC ബ്രിഡ്ജസ് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്.
ഇപ്പോൾ കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് ആണെങ്കിൽ എന്താ ഡീസോഡിയം ഷെയറിംഗ് ബ്രിഡ്ജ് ഒക്കെ ഉള്ളൂ. അതെന്താ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ക്യൂവും കൂടി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക മീഡിയം ലോ ഹൈ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു അടുത്തൊരു സെഷനായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.